നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു ഈ ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ ഡീറ്റെയിൽ ആയിട്ടെന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് കരുതിയത്. എനിക്ക് സമയമില്ല, തിരക്കാണ്. പക്ഷേ എങ്കിലും അവർ ചോദിച്ച സ്ഥിതിക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ചോദിച്ചത് വേറൊന്നല്ല, സ്വിച്ച് വേർഡുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു സ്വിച്ച് വേർഡാണ്, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വോൾഫ് സ്വിച്ച് വേർഡ്, ചെന്നായയുടെ സ്വിച്ച് വേർഡാണിത്. ഇതൊരു ടെക്നിക്കാണ്. ഇത് അമേരിക്കയിലെ ഒരു ഗോത്രവർഗത്തിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഏത് ഗോത്രവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും പണ്ട് മുതലേ നമ്മുടെ ആദിമ മനുഷ്യന്മാർ മൃഗങ്ങളെ വേട്ടയാടിയും മൃഗങ്ങളുടെ തൂവലുകളും ഒക്കെ ധരിച്ചിട്ടുമൊക്കെയാണല്ലോ പണ്ടുള്ളവരുടെ ജനജീവിതം എന്ന് പറയുന്നത്. അപ്പം പണ്ട് മുതൽക്കേ തന്നെ മൃഗത്തെ ആരാധിക്കലും മൃഗത്തിൽ ഓരോ മൃഗം, ആകാശം, ഭൂമി എന്ന് വേണ്ട പഞ്ചഭൂതങ്ങൾ, അതിൽ മൃഗങ്ങളും പെടും, ആരാധിച്ചു വളർത്തി പോയിരുന്നു നമ്മുടെ ആദിമ മനുഷ്യർ പണ്ട് കാലം മുതലേ, നമ്മുടെ പൂർവികർ എന്ന് പറയാം. അപ്പോൾ ആ ഗോത്രവർഗ്ഗക്കാർ അന്ന് മുതലേ തുടങ്ങിയൊരു വിശ്വാസമാണ് അവരുടേത്. എന്താണ്? ചെന്നായ, വോൾഫ്. നമുക്കറിയാം, ചെന്നായ വേഗതയിലും ബുദ്ധിയിലും കൂർമ്മതയിലും ലക്ഷ്യസ്ഥാനത്ത് വളരെ വേഗത്തിൽ ചെന്നായ്ക്ക് എത്താൻ സാധിക്കും. പല വിധത്തിലുള്ള കഴിവുകളുണ്ട് അതിന് രാത്രി അപാര കാഴ്ച ശക്തിയാണ്. ഓക്കെ, സ്മെല്ല് ചെയ്യാൻ, ഗന്ധം തിരിച്ചറിയാനുള്ള ശക്തി അതിനുണ്ട്. അപ്പം ഈ ഒരു ചെന്നായയെ അവരുടെ ഭാഗ്യമായി കരുതി ഗോത്രവർഗ്ഗക്കാർ. അപ്പം അവരത് ഉപയോഗിച്ച് പോന്നിരുന്നു. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഇത് ഭാഗ്യം കൊണ്ടു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വിച്ച് വേർഡ്, ചെന്നൈയുടെ സ്വിച്ച് വേർഡ് വളരെ എഫക്റ്റീവായിരുന്നു എന്നാണ് അവരുടെ അനുഭവത്തിലുള്ളവരുടെ വിശ്വാസം. അപ്പം ഇത് ഏതൊരു ടെക്നിക്കായാലും ഞാൻ പറഞ്ഞു, നമുക്ക് വിശ്വാസം വേണം. ഇതിൽ വിശ്വാസമില്ലാത്തവർ ഇത് ചെയ്തിട്ട് കാര്യമേ ഇല്ല. ഇതെന്നല്ല ഏതും. അപ്പം നമ്മൾ ഇതിൽ വിശ്വസിക്കുക എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളും നമ്മളെ ബ്ലോക്ക് ചെയ്തിപ്പെട്ടിരിക്കുന്ന മലിനപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ക്ലെൻസ് ചെയ്യണം. നമ്മൾ മൈൻഡിനെ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ തോട്ട്സുകളെ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലൂടെ 6000 മുതൽ 60,000 വരെ ചിന്തകൾ 6000 മുതൽ 60,000 വരെ ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഈ 60,000വും നമുക്ക് വേണ്ട ചിന്തകളാണോ? നമുക്ക് ഗുണം തരുന്ന ചിന്തകളാണോ? ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മനഃപൂർവ്വം അതിനെ റിജക്റ്റ് ചെയ്ത് കളയണം. ഞാൻ പറഞ്ഞു, അനാവശ്യമായ തോട്ട്സ് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്യുക. അപ്പം നമ്മളെ തോട്ട്സുകളൊക്കെ നമ്മൾ നിരീക്ഷിച്ച് ആവശ്യമില്ലാത്തത് വരുമ്പോൾ നമ്മൾ റിജക്ഷൻ മെത്തേഡ് കൊടുക്കുക. ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴേ അനാവശ്യമായ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അനാവശ്യമായി അതിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. അപ്പോൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നല്ല പോസിറ്റീവ് അഫർമേഷൻസ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറായി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ടെക്നിക്ക് തന്നെ ചെയ്താലും, ഇന്ന ടെക്നിക്കൊന്നുമില്ല, ഏത് ടെക്നിക്ക് തന്നെ ചെയ്താലും നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നാണ്. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇമോഷണലി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വേണ്ട. അതിനുവേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ബെസ്റ്റാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ശേഷം ഇനി മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, സ്വിച്ച് വേർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ചെയ്യേണ്ടത് പറയാം, അതും എഫക്റ്റീവാണ്. പക്ഷെ കുറച്ചുകൂടി ഒരു പടി മുന്നിൽ എഫക്റ്റീവായി നിൽക്കുന്നത് ഇത് എഴുതുക എന്നുള്ളതാണ്. ഒരു ദിവസം 21 തവണ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതാം നിങ്ങൾക്ക്. 21 ദിവസം 21 തവണ 21 ദിവസം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വീഡിയോസൊക്കെ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കണ്ടാൽ നമുക്ക് പകുതിക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് കേട്ടിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ടതാണ് പറയുന്നത്. അപ്പം
ഇത് 21 ദിവസം 21 തവണ തുടർച്ചയായി ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യണം. ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ്. പൂർണ്ണമായി ഇതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക. എന്തെഴുതുക? ഇതാണ് സ്വിച്ച് വേർഡ്. എഴുതിയെടുത്തോളൂ. കേൾക്കുന്നവരെ എഴുതിയെടുത്തോളൂ. ഇത് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ആൾ ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾക്ക് വേണ്ടിയാണ് ഞാനിത്, എനിക്ക് സമയമില്ലാതിരുന്നിട്ടും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. ഓക്കെ, അപ്പം എഴുതിക്കോളൂ. സ്വിച്ച് വേർഡ് എഴുതിക്കോളൂ. വോൾഫ് മാജിക് ബിഗിൻ നൗ. വോൾഫ് മാജിക് ബിഗിൻ നൗ എന്നതാണ് സ്വിച്ച് വേർഡ്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പകുതി 21 ദിവസം പൂർത്തീകരിക്കും മുമ്പ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നിരിക്കും. തഥാസ്തു. അങ്ങനെ ആവട്ടെ നിങ്ങളുടെ ആഗ്രഹം പോലെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് എനിക്ക്. അതിൻ്റെ എൻക്വയറീസ് വരുന്നുണ്ട് ഒരുപാട്. ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്ട്സ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് അറിയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. ടെക്നീസും ലഭിക്കുന്നതാണ്. അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും. എല്ലാം നിങ്ങൾ വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.